KTC കോഴിക്കോട് ബസ് അതിപ്പോ ഒന്നും ഓടുന്നില്ല അല്ലെ? KTC അവിടെ തലശ്ശേരി KTC നിർത്തിയില്ലേ? എല്ലാം നിർത്തി, ബസ് ഫീൽഡ് കംപ്ലീറ്റ് നിർത്തി. പക്ഷെ എറണാകുളത്ത് കൊച്ചിൻ റിഫൈനറിക്ക് അത് അപൂർവം ആളെ എടുക്കുന്നുണ്ട് അല്ലേ? എന്താ ബസ് ഫീൽഡ് നിർത്തിയത്? അവർ അച്ഛനായിട്ട് നിറയെ ഉണ്ടാക്കിയതല്ലേ? സ്വാമി PV സ്വാമി എന്ന് പറഞ്ഞ ആളല്ലേ? പുഷ്പ തിയേറ്റർ നിർത്തിയില്ലേ? അവര് KSRTC വന്നു ആ വഴിക്ക്. അതിന് മുമ്പൊക്കെ അവര് രാജാക്കന്മാരെ കോഴിക്കോട് പാലക്കാടിന്റെ രാജാക്കന്മാരായിരുന്നു KTC. എക്സ്പ്രസ് ഉണ്ടായിരുന്നു തലശ്ശേരിക്ക് ഇല്ലേ? അതൊക്കെ നിർത്തലാക്കി. പിന്നെ കാസർഗോട്ടേക്ക് ഉണ്ടായിരുന്നോ? കണ്ണൂർ കോഴിക്കോട് എന്തായാലും നിറയെ എണ്ണം കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളിയേരി ഉണ്ട്, ഗുരുവായൂർക്ക് തൃശ്ശൂരുണ്ട്. ഒരു വടക്കഞ്ചേരി KTC ഉണ്ടായിരുന്നു അല്ലേ? ഉച്ചയ്ക്ക് വടക്കഞ്ചേരിയിൽ വന്ന് തിരിച്ചു പോന്നു കോഴിക്കോട്ടേക്ക്. അത് കുറേ ഓടി, ഇപ്പം അത് ആരും ഓടുന്നില്ല. മീനാക്ഷിപുരം ഗുരുവായൂർ, മറ്റേ ഗോപാലപുരം ഗുരുവായൂർ, ഇതൊക്കെ KTC ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നു. പിന്നെ അതെല്ലാം അവർ ഒഴിവായില്ലേ? അതെന്താണോ? അപ്പോൾ അവർക്ക് എറണാകുളത്ത് ഡിപ്പോ ഉണ്ട്. മൂത്താളും മരിച്ചു, ഗംഗാധരട്ടൻ. സിനിമയൊക്കെ എടുക്കുന്നവർ. അവർ മാതൃഭൂമി മേടിച്ചിട്ട് അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണല്ലേ? അപ്പം ഈ കാറിന്റെ ഫീൽഡിൽ വന്നത് എത്ര വർഷമായി? 1979 കാറിന്റെ. അത് ഏത് കാറായിരുന്നു അന്ന്? അംബാസഡർ, ലാൻഡ് മാസ്റ്റർ. ഇന്നും ആ കാറുണ്ടോ? ഇപ്പൊ ഇന്ന് ഏത് കാറാ? അംബാസഡർ ആണോ? അതെ അതെ അതെ, ആ വണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് വായിച്ചു വന്നു, അംബാസഡറിന്റെ വായിച്ചു, പിന്നെ മാർക്ക് 3 മാർക്ക് 4 വരെ വന്നു അല്ലേ? കൽക്കട്ടയിലാണ് ഉണ്ടാക്കുന്നതൊക്കെ. എന്നിട്ട് അതിപ്പോ ഇപ്പൊ ഏതാ എടുക്കുന്നത്? എർട്ടിക. അത് നല്ല മൈലേജും നല്ല സ്പേഷ്യസും ആണല്ലോ. അന്നത്തെ ഈ ബസ് സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വഴിക്ക് ഏത് ബസ്സൊക്കെയാണ്? TBT കാവശ്ശേരിക്കാരുടെ ആണോ കൂടുതലായിട്ട് ഓടുന്നത്? അവർക്ക് നിറയെ ബസ്സുകൾ ഉണ്ടായിരുന്നില്ല. മണ്ണാർക്കാട് അവരുടെ സെക്ടറായിരുന്നു കുറച്ചുകൂടി. ഇവിടെ ഈ വഴിക്ക് എങ്ങോട്ടൊക്കെ തരൂരുണ്ടായിരുന്നു അല്ലേ? ഈ വഴിക്ക് തരൂരുണ്ടായിരുന്നു. പിന്നെ മറ്റേ ഈ SMS ബസ്സൊക്കെ അവരുടേതാണെന്നാ പറഞ്ഞത്. പുതുക്കോട് മണപ്പാടമൊക്കെ അവരുടേതായിരുന്നു. അതെ അതെ അതെ, 3-4 മേടിച്ചു. പിന്നെ ചിറ്റൂരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പഴയന്നൂർ ചിറ്റൂരും അവരുടേതാന്നാ പറഞ്ഞ അനീഷിനോട് ചോദിച്ചപ്പോൾ. ഇപ്പം അവരും ഫീൽഡ് വിട്ടൂലേ? അവരിപ്പോൾ തിയേറ്റർ വരാൻ പോകണമെന്ന് പറഞ്ഞു. അവരുടെ കുരിശ്ശേരി പ്രഭ മേടിച്ചിട്ട് മൾട്ടിപ്ലക്സ് തിയേറ്റർ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോകണം. അപ്പം പിന്നെ വേറെ ബസ്സുകൾ TBT മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ പലശ്ശേരി റൂട്ടിൽ NTP ABT ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതൊക്കെ മറ്റെവിടെ നിന്ന് വന്നതാണ്? എറണാകുളത്ത് നിന്ന് വന്നതാണല്ലേ? എറണാകുളം തൃശ്ശൂർ അല്ല, അവർക്ക് എറണാകുളം തൃശ്ശൂരായിരുന്നു അവരുടെ റൂട്ട്. അത് നാഷണലൈസ് ചെയ്തപ്പോൾ അവരിങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. NTPയും ABT ചാലക്കുടി റൂട്ടിലുണ്ടായിരുന്നു, വാൾപ്പാറ ചാലക്കുടിയൊക്കെ. അപ്പം അങ്ങനെ പഴയ കാലങ്ങൾ. പിന്നീട് വേറെ ഏതെങ്കിലും റൂട്ടുകൾ? കൊല്ലങ്കോട് റൂട്ടൊന്നും TBT ഇല്ലായിരുന്നു അല്ലേ? കൊല്ലങ്കോട് റൂട്ടൊന്നും ഇല്ല. അപ്പോൾ ശരി. പിന്നെ ഉണ്ടായിരുന്നത് ഇന്ദിര ട്രാവൽസ്, അത് നെന്മാറ പാലക്കാട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? അതിലിപ്പോൾ ഓടിക്കുന്നില്ലെന്ന് തോന്നുന്നു. എല്ലാവരും പോയില്ലേ? കണ്ടാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലോ SRT മാത്രം ഓടുന്നുണ്ട്. പിന്നെ ഈ ഡോക്ടർ മേഘന മോഹൻദാസിന്റെ കണ്ടാത്ത് ഇവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ ഇല്ലേ? അവർക്കൊന്ന് കുറച്ച് ബസ്സുകൾ ഓടുന്നുണ്ട്, ഏതോ റൂട്ടിലൊക്കെ ഓടുന്നുണ്ട്. പക്ഷെ ചില്ലഞ്ചേരിക്ക് ഒരു കണ്ടാത്തുണ്ടായിരുന്നല്ലോ അക്കാലത്ത്. അവരൊരു കണ്ടക്ടർ ഡ്രൈവറും കൂടി മേടിച്ച ഒരു പെരുന്നോട്ട് കുറിച്ച് പാലക്കാട് അവർ അതേ അഡ്വൈസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ അവരുടെ വണ്ടിയല്ല, മാഡത്തിൻ്റെ ഒന്നും അല്ല അല്ലേ? മാഡം അല്ല, ഞാനൊരു നെറ്റി നോക്കിയപ്പോൾ ഈ ഡോക്ടറില്ലേ ഇവിടുത്തെ തൃപ്പാളൂരത്തെ, അവർ ഓണക്കോടി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കണ്ടക്ടർ ഡ്രൈവർക്കും. അത് ഏതെങ്കിലും ഒരു വണ്ടി വല്ലതും ഉണ്ടാവൂലേ? ഇനി പഴയൊരു കാലം ഇനി തിരിച്ചു വരില്ലല്ലോ ആ കാലം അല്ലേ? മക്കളൊക്കെ ഞങ്ങളൊക്കെ യൂണിഫോം ഇല്ലാണ്ട് അവരെ കമ്പനിയുടെ കടത്തില്ല. KTC അത്രയും സ്ട്രിക്റ്റ് ആണല്ലേ? അതെ അതെ. അതിൻ്റെ തൊട്ടടുത്ത് കാലിക്കറ്റ് വയനാട് ബസ് സർവീസ്, അതിൻ്റെ ഓഫീസ് അവിടെ ഉണ്ടല്ലോ അല്ലേ? അവിടെ. പിന്നെ ഇവിടെ പാലക്കാട് ആ ഉള്ളിൽ മറ്റേ ബിഗ് ബസാർ സ്കൂളിൻ്റെ അവിടെ ഒരു KTC അവിടെ നിൽക്കുന്നു. അവിടെ വണ്ടി നിർത്തുന്ന കാണാം. വണ്ടി ഹോൾട്ട് ചെയ്യുന്നു, ലിമിറ്റഡ് സ്റ്റോപ്പ്. അപ്പോൾ KTCയിൽ എങ്ങനെ യൂണിഫോം ഇല്ലാതെ അങ്ങോട്ട് കടത്തില്ല അല്ലേ? പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് മീൻചന്തയുടെ അവിടെ റോഡ് സൈഡിൽ കുറേ യാർഡ് പോലെ ഒരു ഡിപ്പോ പോലെയൊക്കെ കണ്ടിട്ടുണ്ട്. എത്തുന്നതിന് മുമ്പ് ഒരു തിയേറ്ററൊക്കെ. അതെ അതെ. അവർക്ക് അവിടെ അവർക്കിപ്പോൾ ഹോസ്പിറ്റലായി എറണാകുളം കോഴിക്കോടും. പിന്നെ PV സ്വാമി വനിതാ കോളേജായി. അങ്ങനെ പലതും ആയപ്പോൾ അവർ ഫീൽഡ് വിടുകയാണ്. പിന്നെ മാതൃഭൂമിയും അവരുടെ ഒരു ഷെയർ ഹോൾഡേഴ്സ് ആണല്ലോ.
പിന്നെ PV നിതീഷ് ട്രാൻസ്പോർട്ട്, മകൻ്റെ പേരിലും ബസ്സുകൾ ഓടി. പിന്നെ കൽപ്പക ട്രാൻസ്പോർട്ട് അവരുടെയാണ്. പല പല പേരുകളിലായിരുന്നു. അവർ വടകരയിലേക്ക് കല്യാണം കഴിച്ചു. ശരി. ഇപ്പോൾ അവർ ഉണ്ടായിട്ട് കാർ കുറച്ച് അത് പാലക്കാടില്ലാന്ന് തോന്നുന്നു. മലപ്പുറത്തിൻ്റെ കോഴിക്കോടും ഉണ്ട് അല്ലേ. പിന്നെ ഇത് ബൈക്കും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ, ബജാജിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാലക്കാട് ഇവിടെ അതിലൊരു KTC ഹുണ്ടായി എന്ന് പറഞ്ഞിട്ട് കാർ അവരാണ് ഇറക്കിയത്. അതിനുശേഷം ഇപ്പോൾ ഗ്രാൻഡ് ഹുണ്ടായി എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ എടുത്തിരിക്കുന്നത്. അതെ അടുത്ത സ്റ്റാഫുകളൊക്കെ പലരും മൃദുലൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി അവിടെ നിന്ന്. മൃദുൽ പറഞ്ഞ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ യൂണിഫോം ഇടാതെ അങ്ങോട്ട് ചെന്നാൽ അവരെന്താ പറയുക? വണ്ടി എടുക്കാനായിട്ടല്ലേ? അപ്പം നമ്മുടെ ഡീസൽ വണ്ടിയാണോ കൽക്കരി വണ്ടിയാണോ അന്നത്തെ ആ KTC എന്നുള്ള എംബ്ലം ഉണ്ട്. അവർ മണ്ണാർക്കാട് വഴിയും ചെർപ്പളശ്ശേരി വഴിയും ഉണ്ടായിരുന്നു അല്ലേ? എക്സ്പ്രസ് ചെർപ്പളശ്ശേരി വഴിയായിരുന്നു. എക്സ്പ്രസ് ഞാൻ അതിൽ പോയിരുന്നു. ബാക്കി സാധാ പിന്നെ കുറേ FP ഒക്കെ കിട്ടി പെർമിറ്റ് അവർക്ക്. പിന്നെ എന്തുകൊണ്ട് നിർത്തി എന്നറിയുന്നില്ല. കോഴിക്കോട് ആ റൂട്ടൊക്കെ പോയിട്ടുണ്ടാവില്ലേ? KSRTC വന്നതോടുകൂടി KSRTC ഓടുമില്ല, വെറുതെ വാളയാർ മേടിച്ച് പാലക്കാട് കോഴിക്കോട് ഓടിക്കും. ശരി. അപ്പം